എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചേമ്പ് കൊണ്ട് ഒരു ചേമ്പ് അസ്ത്രം ഉണ്ടാക്കാം. ഇത് നമുക്ക് പാരമ്പര്യമായി പകർന്നു കിട്ടിയ ഒരു രുചിക്കൂട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ആദ്യം നമുക്ക് ചേമ്പെടുക്കാം. ഇനി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒരു മൺചട്ടിയിലേക്ക് ഇതുപോലെ ചെറിയ പീസാക്കി മുറിച്ചിടാം. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഒരു 3 പച്ചമുളകും കൂടെ മുറിച്ച് നമുക്കിതിൽ ചേർക്കാം. ഇനി ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് നാളികേരവും 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ഒന്ന് അരച്ച് ചേർക്കണം. അപ്പം നമ്മുടെ ചേമ്പ് ഇവിടെ നന്നായിട്ട് വേകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ട് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളയ്ക്കാനായി ഒരു പ്രാവശ്യം കൂടെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് തിളച്ചു. ഇനി നമുക്ക് തൈര് ചേർക്കണം. അതിനായി തൈര് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചതാണിത്. 1/2 കപ്പ് തൈര്. തൈര് ഒഴിച്ചതിന് ശേഷം തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാം. അതിനായി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കടുകിടാം. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ഇടാം. അതിനുശേഷം കറിവേപ്പില കൂടെ ഇടാം. ഇനി നമുക്ക് നമ്മുടെ ഇത് കറിയിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായതും ട്രഡീഷണൽ ആയതുമായ നമ്മുടെ ചേമ്പ് അസ്ത്രം റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ശരിക്കും കഞ്ഞിയുടെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ്. ചോറിൻ്റെ കൂടെയും നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.